ഇതും ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സെലക്ഷൻ. 10-50 രൂപ ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ളവർക്ക് വണ്ടി ഉണ്ടാവും. നല്ല മൈലേജ്, അതേപോലെ തന്നെ 7 സീറ്റർ ഡീസൽ നല്ല മൈലേജ് നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ആണ് ഹോണ്ട മൊബിലിയോ. ചെറിയ പൈസക്ക് നല്ല പ്രീമിയം വണ്ടികൾ ചെറിയ പൈസ ഉണ്ടാവും. ചോദിക്കുന്നത് 9.4 ചോദിക്കുന്നുണ്ട്. 9.4 അത് ചെറിയൊരു SUV പൈസക്ക് നമുക്ക് ഒരു കിഡ്ലം വണ്ടി നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. 1-2 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂലേ? ഓ തീർച്ചയായിട്ടും ഇറക്കാം. അതൊക്കെ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഗ്യാരണ്ടി എടുക്കാൻ പറ്റും. കേരള വണ്ടിന്റെ ഒരു ഇതുള്ള വണ്ടിയാണ്. അത്രയും മെയിൻ പറയാൻ പറ്റുന്ന വണ്ടി. 6.5 ഒരു സ്വിഫ്റ്റിന്റെ പൈസക്ക് നമുക്ക് നല്ലൊരു കിഡ്ലം BMW കൊണ്ടുപോകാം. ഇതിന് നമുക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ടാവോ? ലോൺ ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ഡേ നമ്മൾ ചെറുവാഹനങ്ങളായിരുന്നു. ഇത്തവണ നമ്മൾ കുറച്ച് ഗജ രാജാക്കന്മാരായിട്ടാണ് വന്നിട്ടുള്ളത് അല്ല. അതും നമുക്ക് ഇതാവണം. രാജാക്കന്മാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതാവണം ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. ഇന്നോവ, ഫോർച്യൂണർ, BMW അങ്ങനെ പ്രീമിയം വണ്ടികളൊക്കെ നമ്മൾ ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ള നമ്മൾ ഫൈസൽ ഖാന്റെ കൂടെ MKLN ആണ്. അപ്പൊ ഇത് മലപ്പുറം ജില്ലയിൽ വള്ളാമ്പുറത്ത്. അതായത് വള്ളാമ്പുറത്ത് നമ്മൾ കാണുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. പക്ഷെ വള്ളാമ്പുറം എന്ന് പറഞ്ഞാൽ മഞ്ചേരിയിൽ നിന്ന് 10 കിലോമീറ്റർ, മലപ്പുറത്ത് 10 കിലോമീറ്റർ, കൊണ്ടോട്ടിയിൽ നിന്ന് 10 കിലോമീറ്റർ, 3 സ്ഥലത്തു നിന്ന് കൂടി എത്തുന്ന ഒരു ജോയിന്റിങ് സ്ഥലമാണ്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തവണ നമ്മൾ നല്ല ചെറു കാറുകൾ ഫുൾ ഓണൊക്കെ ഉള്ള നല്ല അടിപൊളി കളക്ഷൻസ്, 50 രൂപക്ക് സ്വിഫ്റ്റുകൾ, ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ചാകരയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് ഫോർച്യൂണർ ആയിക്കോട്ടെ അല്ലെ. ഒരു കിട്ടിക്കാച്ചി ഫോർച്യൂണർ നമ്മൾ KL70 കൊണ്ട് നമ്മള് നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം നമ്മള് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നല്ലൊരു പൊളി വാഹനം. എങ്ങനെയായിരുന്നു ഫൈസൽക്ക് അതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2010 മോഡലാട്ടോ. 2010 മോഡൽ ഫേസ് ലിഫ്റ്റ് ചെയ്താണ് അല്ലേ? അടിപൊളിയാണ്. ആ Euro 4 ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അലോയൊക്കെ നോക്കി നല്ല കിട്ടിക്കാച്ചിയിലായി. അടിപൊളിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങള് പൊളി വണ്ടി. ഓ നല്ല അടിപൊളി ഇന്റീരിയർ ആണല്ലോ. അത്യാവശ്യം നമ്മള് മുടക്കിയിട്ടുണ്ട് അല്ലേ? ഏകദേശം 2-2.5 ലക്ഷം രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ഒറിജിനൽ കേരളയാണോ വണ്ടി? ഇത് എങ്ങനെ ഒറിജിനൽ കേരളയാണോ? അല്ല, റിയാണ്. റിയ വണ്ടിയാണ്. പക്ഷെ നമ്മളൊരു ഒറിജിനൽ കേരള മേനി തോന്നിക്കുന്നുണ്ട്. അടിപൊളി വണ്ടി, നല്ല അത്യാവശ്യം കിടുക്കാച്ചി വണ്ടി. 2010 മോഡല്. ഓട്ടൊക്കെ എങ്ങനെയായിരുന്നു? 2 ലക്ഷം ഓടിട്ടോ. എഞ്ചിന് മെക്കാനിക്കൽ പക്കയല്ല ഫിറ്റ്, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അല്ല പൊളി വണ്ടി. അപ്പൊ പൈസക്ക് നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? 9.4 ചോദിക്കുന്നുണ്ട്. 9.4 അത് ചെറിയൊരു SUV പൈസക്ക് നമുക്ക് ഒരു കിഡ്ലം വണ്ടി നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. അടുത്ത നമുക്കൊരു പ്രീമിയം സെഗ്മെന്റ് ഇല്ല, BMW. ഇത് ഏതായിരുന്നു സീരീസ്? ഏതായിരുന്നു പൈസൽക്ക? 2012 കേട്ടോ. 2012 വണ്ടി അല്ലേ? നല്ല ഫാൻസി നമ്പർ ഒക്കെ. BMW ഏത് സീരീസ്? ഏതാണത്? ഇത് 3 സീരീസ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഏകദേശം 1.1 അടുത്ത് ഓടിട്ടോ. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല പൊളി വണ്ടി, നല്ല മൈലേജ് കിട്ടൂല ഈ ഒരു വാഹനം. BMW പൊതുവെ ഒരു പ്രത്യേകത മൈലേജ് ഉണ്ടാവും. മെയിൻ്റനൻസ് നമുക്ക് പൊതുവെ കുറവായിരിക്കും. എത്ര ചോദിക്കുന്നത് നമ്മളിതിന് പ്രൈസ്? 6.5. ഒരു സ്വിഫ്റ്റിന്റെ പൈസക്ക് നമുക്ക് നല്ലൊരു കിഡ്ലം BMW കൊണ്ടുപോകാം. ഇതിന് നമുക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ടാവോ? ലോൺ ചെയ്യാം. ചെയ്ത് കൊടുക്കാം അല്ല. അടുത്താണ് ഒരു ഓടി. ഏതായിരുന്നു? A4 ആണ്. നമ്പർ കണ്ടോളി. 4004. 4004 ഫാൻസി നമ്പർ ആണ്. മറ്റേ 4040 ഇരുന്നെങ്കിൽ ഇത് 4004 ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2010 ആണ്. 2010 അല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 90 ഓടിക്കും. എങ്ങനെയായിരുന്നു ചോദ്യം? എങ്ങനെയായിരുന്നു? 790 ചോദിക്കുന്നു. 790. ലോൺ ഫെസിലിറ്റി ഉണ്ടാവോ? ചെയ്ത് കൊടുക്കാം അല്ല. അത്യാവശ്യം തവണ നമുക്ക് ചെറിയ പൈസക്ക് നല്ല പ്രീമിയം വണ്ടികള്. ഓടി A4 ആണ്. നമുക്ക് തവണ 2010 മോഡല് ചെറിയ പൈസ കൊണ്ടാവും. അതുകൊണ്ട് കൊറോള ഓൾട്ടിസ് അല്ലേ? അവൻ ഫുൾ ബ്ലാക്കില് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2014 ആട്ടോ. 14 ഓപ്ഷനാ വരുന്നത്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1 രൂപ ഓടിന് വണ്ടി. കിലോമീറ്റർ വരുന്നത് 1.20. ഓണർഷിപ്പ് സിംഗിൾ RC ഓണർ കേട്ടോ. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് ചോദിക്കുന്നത് NOC-യിലാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ NOC-യിൽ നമ്മൾ ചോദിക്കുന്നത് 6 രൂപ ചോദിക്കുന്നത്. 6 രൂപ അല്ലേ? അടുത്ത തവണ വീണ്ടും നമ്മൾ ഫോർച്യൂണറായിട്ടാണ് വന്നിട്ടുള്ളത്. ഫോർച്യൂണർക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2014 ആണ്. 14. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 1 അടുത്ത് ഓടിക്കും. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കണേ? ഇത് ചോദിക്കുന്നത് നമ്പറായി വരുമ്പോൾ ഏകദേശം ഒരു 14.5 രൂപക്ക് വരുന്നുണ്ട്. 14 രൂപ വരും അല്ലേ? ഓട്ടോമാറ്റിക് ആട്ടോ. ഓക്കെ. 2 വീൽ ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. നമുക്ക് ഇന്റീരിയർ ഒക്കെ കിടുവാണ്. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ലോൺ തീർച്ചയായും ചെയ്ത് കൊടുക്കാം അല്ലേ? അടുത്ത വീണ്ടും ഒരു ഫോർച്യൂണർ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഏകദേശം സോൾഡ് ആണ് അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അടുത്താണ് ഒരു ടയോഡ ഇനോവ. സോൾഡ് ആണ്. ഓക്കെ. അടുത്താണ് വീണ്ടും ഒരു ഇനോവ. അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 ആട്ടോ. 2015 വണ്ടി. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ?
ഇത് കിലോമീറ്റർ ഏകദേശം 2 ലാഖിന്റെ അടുത്ത് ഓടിയാണ്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കല്ല വണ്ടി? ഓ തീർച്ചയായിട്ടും. ഏതായിരുന്നു ഓപ്ഷൻ? കാര്യങ്ങളുണ്ട്, കറക്റ്റ് ആണ്. കിലോമീറ്റർ കുറച്ച് കൂടുതലുണ്ട്. ഓപ്ഷൻ ഏതായിരുന്നു? G4 ആണ്. G4 എത്ര ചോദിക്കണേ? ഇത് ഏകദേശം നമുക്ക് 9.45 9.5 ആ ലെവൽ വരുന്ന വണ്ടി. ഓക്കെ. നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ നമുക്ക് ഏകദേശം നല്ല സിൽ സ്കോർ ഉണ്ടെങ്കിൽ 9.90 9 രൂപ അല്ല 8.90 9 രൂപ കിട്ടുന്ന ആളുകളുണ്ട്. ഓക്കെ. മാക്സിമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8.5 ആ ലെവലൊക്കെ കിട്ടും. ഓക്കെ. അടുത്താണ് കേൾട്ടണിലേക്ക് ഇപ്പൊ റീ ആയിട്ടുണ്ട് വണ്ടി അല്ല? അതെ അതെ. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2015 ആട്ടോ. 2015 വണ്ടി അല്ല? ഇത് ഏതായിരുന്നു G4 തന്നെയാണ് വരുന്നത്? ഇത് 2016 ആണ്. 2016 G4 ആണ്. G4 ആണ്. നല്ല അടിപൊളി അലോയില്, ക്രിസ്റ്റന്റെ അലോയില് കാര്യങ്ങൾ, സീറ്റ് കവർ ഒക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇത് കിലോമീറ്റർ 2.20 ഓടിയുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണർ കേട്ടോ. ഓക്കെ. എത്ര ചോദ്യം? 10 രൂപ ചോദിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു 1.5 രൂപ ചെയ്ത് കൊടുക്കാം. 1.5 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല? ഓ തീർച്ചയായിട്ടും ഇറക്കാം. അതൊക്കെ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഗ്യാരണ്ടി എടുക്കാൻ പറ്റും. കേരള വണ്ടിന്റെ ഒരു ഇതുള്ള വണ്ടിയാണ്. അത്രയും മെയിൻ പറയാൻ പറ്റുന്ന വണ്ടി. തീർച്ചയായിട്ടും. അടുത്ത തവണ ഇടയിൽ നമുക്ക് വീണ്ടും ഒരു കിഡ് SUV-യിലോട്ട് പോകുന്ന ഡുവൽ ടൂണിൽ വരുന്ന നല്ല പൊളപ്പം ക്രെറ്റ വരുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല അടിപൊളി വണ്ടി KL5 കോട്ടയം രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന് മോഡൽ? 2015 മോഡലാണ്. 15 മോഡല്. അലോയ്ക്ക് നല്ല കിട്ടിക്കാച്ചി കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണോ വരുന്നത്? ടോപ്പ് എൻഡ് SX വരും. അന്നത്തെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർ ആട്ടോ. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 8 രൂപ ചോദിക്കുന്നുണ്ട്. അതിന്റെ താഴെ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഒരു ചെറിയൊരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന 7 സംതിങ്ങിന് വണ്ടി കൊടുക്കും. 7 സംതിങ്ങിന് കൊടുക്കാം. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ ഏകദേശം എന്റെ അഭിപ്രായം ഒരു 6.25 7 രൂപ കിട്ടും. അടുത്ത ചെറിയ 10-50 രൂപ ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ളവർക്ക് വണ്ടി ഉണ്ടാവും. അടുത്ത വീണ്ടും നമുക്കൊരു ഇന്നോവയിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇത് നിലവിൽ ഇപ്പോൾ കൊണ്ടോട്ടി രജിസ്ട്രേഷനിൽ റീ ആയിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്കേട്ടിങ് അത്യാവശ്യം എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സും ചെയ്തൊരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 V ആട്ടോ. 2014 V. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഏകദേശം 1.17 ഒക്കെ ഓടിയിട്ടുണ്ട്. ഓക്കെ. V ഓപ്ഷൻ ആണ്. തേർഡ് ഓണർ ആട്ടോ. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കണേ? ഇത് ഏകദേശം നമ്മൾ ചോദിക്കുന്നത് 9.65 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുക. ഫാൻസി നമ്പർ ആണ്. 9933 നമ്പർ വരുന്നത്. 9933 ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1.5-2 രൂപ വണ്ടി ഇറക്കാം. ഓ ഓക്കെ. അടുത്ത നല്ല മൈലേജ്, അതേപോലെ തന്നെ 7 സീറ്റർ ഡീസൽ നല്ല മൈലേജ് നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ആണ് ഹോണ്ട മൊബിലിയോ. അതെ. നമുക്ക് KL70 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 ആട്ടോ. 2014. ആ നമ്പർ അങ്ങനെ തന്നെ വന്നിട്ടില്ല അല്ലെ? മോഡൽ പോലെ തന്നെ നമ്പറും എടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഏകദേശം 1 ലാഖിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ. പക്ക സർവീസ് ഒക്കെ പക്കല്ല. V ഓപ്ഷനെ വരുന്ന തേർഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. ഓക്കെ. പിന്നെ നോക്കി നിങ്ങൾ ഇന്ത്യയിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല കിഡ്ലം വണ്ടി. നമുക്ക് മൈലേജും ഉണ്ടാവും അല്ലെ? ഒരു 18 എന്തായാലും മൈലേജ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഡീസലാണ് അതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി. നമ്മൾ 8 സീറ്റർ ആണ്. 8 സീറ്റർ പ്ലസ് നമുക്ക് മൈലേജും കൂടി. മൈലേജും അതെ, രണ്ടും. പിന്നെ വിലയാണെങ്കിലോ തുച്ഛം അല്ല. വിലയൊക്കെ ഏകദേശം നമ്മൾ ചോദിക്കുന്നത് 4 4.5 4.25 ചോദിക്കുന്ന വണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യും നമ്മൾ. ഓക്കെ. ലോൺ സൗകര്യം ഉണ്ടാവും തീർച്ചയായിട്ടും. അതിനൊക്കെ ഏകദേശം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ 10-50 രൂപ വണ്ടിയിൽ നമുക്ക് ചെയ്യാം. ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പുത്തൻ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ. ഒന്നും ആയിട്ടില്ല. ഒറിജിനാലിറ്റി ഇപ്പോഴും ഉണ്ട്. ഓക്കെ. അടുത്താണ് നമുക്കൊരു കിഡ്ലം ബെൻസ് അല്ലേ? ഇതേതായിരുന്നു ഡീറ്റെയിൽസ്? 250 ആട്ടോ വണ്ടി. 250 2009 മോഡലാണ്. 2009 250 ക്ലാസ് ആണ്. ഓക്കെ. തേർഡ് ഓണറാ വരുന്നത്. ഓക്കെ. വിത്ത് NOC ആണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത്. വെസ്റ്റ് ബംഗാൾ ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. എങ്ങനെയായിരുന്നു ചോദ്യം? വിത്ത് NOC നമ്മൾ ചോദിക്കുന്നത് 5.25. 5.25 അല്ലേ? ചെറിയൊരു പൈസക്ക് നല്ലൊരു ബെൻസ് ഉണ്ടാവും അല്ലെ? സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ. 250 അല്ലേ? നല്ല മൈലേജും ഉണ്ടാവും അല്ലേ വണ്ടി? ഓ അത്യാവശ്യം പെട്രോൾ ആണ്. 10-12 ഒക്കെ ഉണ്ടാവും. ഓക്കെ. CNG കയറ്റിയ പുളിയൊക്കെ കൊണ്ടുകൊടുക്കാം അല്ലെ? ഓ പിന്നെ കിയ സെൽട്ടോസ് അല്ലേ? ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല കിഡ്ലം ഫാൻസി നമ്പർ, അലോയി കാര്യങ്ങളെല്ലാം ചെയ്തൊരു പൊളപ്പം വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 ആട്ടോ വണ്ടി. 2019 മോഡൽ അല്ലേ? ഡീസൽ അല്ലായിരുന്നു? അതെ അതെ, ഡീസലാണ്. 78,000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു കേട്ടോ? ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. അതതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഡീസലാണ്. പിന്നെ 10 രൂപ നമ്മൾ ചോദിക്കുന്ന വണ്ടി. 10 രൂപ അല്ലേ? 10 രൂപക്ക് നല്ലൊരു കിഡ്ലം വണ്ടി. അത് നമുക്ക് ഫുൾ കുഴപ്പമില്ലാത്ത ലോണും കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു സെൽട്ടോസ് ഡീസൽ നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫാൻസി നമ്പറാണ്. 66 എന്റെ അഭിപ്രായം ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്ന ഒരു വണ്ടിയാണ്. അടുത്താണ് ജീപ്പ് കോമ്പസ് അല്ലേ? 2015 ആണ്. ഇത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം.
2021 മോഡൽ. മോഡൽ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ. ഓക്കെ, ചെറിയ കിലോമീറ്റർ അല്ലേ? അതെ, അതെ. ഓക്കെ, ചെറിയ ക്ലൈം കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിമ. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. ഒന്നും പറയാതെ നല്ല വണ്ടി കേട്ടോ. ഓക്കെ. പിന്നെ അമേരിക്കൻ ബ്രാൻഡാണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത് അതെ ലോജിറ്റ്യൂഡ് ആണ്. ഇതിന്റെ എത്ര ചോദ്യം? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് 14,000 രൂപ. 14,000 അല്ലേ? ഇത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഫുൾ ലോൺ കിട്ടും. ഇതും ഫുൾ ലോണില്. അപ്പോൾ ഫുൾ ലോണിൽ നോക്കുന്നവർക്ക് രണ്ട് കിട്ടുന്ന SUV-കളെ. അതെ, ഇത് രണ്ടും നല്ല വണ്ടികളാണ്. ആവശ്യക്കാർ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്ന ആളാണ്. ഇതിന് അതേമാതിരി ഒരു ഡസ്റ്റർ 2013 ആട്ടോ, 10 ആണ് വരുന്നത്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു ഓട്ടം കാര്യങ്ങളൊക്കെ? ഇത് ഓട്ടം ഏകദേശം 1:20 ഓടിയിട്ടുണ്ട്. 1:20. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കിടിലം വണ്ടിയിലാ. അതെ, ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കുന്ന പൈസ എടുക്കാം? ഇത് നമ്മള് ഇതാണ് 3.25. 3.25 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം നമുക്ക് പറയില്ല 10, 60 രൂപ, 70 രൂപ കൊണ്ട് ചെയ്യാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്ത തവണ നമുക്ക് ഹോണ്ടന്റെ WRV അതിന്റെ ലേറ്റസ്റ്റ് ഇല്ല ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നൊരു മോഡലാണ്. അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി 2017 മോഡലാട്ടോ. ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസലാണ്. ഡീസൽ. സോ മൈലേജ് എന്തായാലും നമുക്ക് 20ന്റെ മുകളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് കമ്പനി ഓപ്ഷൻ വരുന്നത് 83,000 കിലോമീറ്റർ ആണ് നമ്മൾ ഇതില് ഓടിയിട്ടുള്ളത്. ഓട്ടം സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ, ഏതാ ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്ന 6.25. 6.25. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വില നമ്മൾ ചെയ്തു കൊടുക്കും, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂല? തീർച്ചയായിട്ടും എന്താ ചെയ്യാം, കസ്റ്റമർക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. എത്ര ചോദിക്കുന്ന 6.25. 6.25. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം ഇത് നമുക്ക് ഏകദേശം ഒരു 6.25, 6 രൂപ, 10-25 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കിട്ടും നമുക്ക്. ഓക്കെ, അടുത്ത തവണ ഒരു 7 സീറ്റർ ആണ് ബൊലേറോ അല്ല? 2017 ആട്ടോ. പവർ പ്ലസ് ആണ്. നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു കാർ കൊണ്ടെടുക്കുന്ന പോലെ കൊണ്ടെടുക്കാൻ പറ്റുന്ന വണ്ടിയില്ല. അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. അത്യാവശ്യം അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ വണ്ടി? ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, അതെ, അതെ. ഓക്കെ, നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ ചോദിക്കുന്നത് 6.25. 6.25. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ മാക്സിമം ചെയ്യാൻ നമുക്ക്. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത വീണ്ടും ഒരു പ്രീമിയം വണ്ടിയാണ് നമ്മളെ BMW അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2008 മോഡലാട്ടോ. ഓക്കെ, എത്ര ചോദിക്കണേ? 2008 വണ്ടിയാണ്. അത് ഒറിജിനൽ കേരള വണ്ടി, സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വണ്ടി ഓടിക്കാൻ അടിപൊളിയാ. കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല. 1.48 ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര ചോദിക്കണേ? ഇത് നമ്മള് 5.4 ചോദിക്കുന്നുണ്ട്. 5.4 കേരള വണ്ടി. ഓക്കെ, ചെറിയൊരു പൈസ നമുക്ക് കൊണ്ടുപോകാം. അതെ, അതെ, അതെ. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് MKL ആയിരുന്നു ലാസ്റ്റ്. നമ്മൾ ചെറുകാറുകളൊക്കെ ആയിരുന്നു. ഇത്തവണ നമ്മൾ കുറച്ച് വലിയ കാറുകളൊക്കെ ആയിരുന്നു. സോ ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പുറത്താണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. സോ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫൈസൽ സൈനിങ്.